ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായി സബ്ജക്റ്റിൻ്റെ കൂടെ V1 ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളും അവ ഏത് ആശയമാണ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞവയാണ്. ആ വീഡിയോ കാണാത്തവർ കാണുമല്ലോ, ലിങ്ക് ഞാൻ തരാം. ഈ ആഴ്ച നമുക്ക് സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചുള്ളതായ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയാലോ? എന്താ, നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഓർ കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ അല്ലേ? സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചുള്ള പ്രയോഗം വളരെ എളുപ്പമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കണ്ടു, കേട്ടു, പോയി എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഈ കക്ഷിയുടെ സഹായം കൂടിയേ തീരും. അതായത് കഴിഞ്ഞ കാലത്ത് നടന്നാൽ സംഭവിച്ച കാര്യം പറയേണ്ടി വരുമ്പോൾ നാം സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അവൾ ഇന്നലെ വന്നു. ഷീ കെയിം യെസ്റ്റർഡേ. ഇനി നമുക്ക് കൂടുതൽ സെന്റൻസുകൾ ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവർ എന്നോട് അങ്ങനെ പറഞ്ഞു. They told me so. ഞങ്ങൾ നിന്റെ സുഹൃത്തിനെ കണ്ടു. We met your friend. അവൾ അല്പം ആഹാരം കഴിച്ചു. She ate some food. അവൾ പാല് കുടിച്ചു. She drank milk. നീ ക്ലർക്കിനെ നിയമിച്ചു. You appointed the clerk. നീ ഒരുപാട് സമയം പാഴാക്കി. You wasted a lot of time. അത് വേഗത്തിൽ ഓടി. It ran fast. ഞാൻ സത്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ സത്യം അറിഞ്ഞു. I knew the truth. ഞാൻ എൻ്റെ അയൽക്കാരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. അതെങ്ങനെ പറയാം? I borrowed some money from my neighbor. അവൾ ഒരു നോവൽ എഴുതി. She wrote a novel. അവന് കുട നഷ്ടപ്പെട്ടു. He lost the umbrella. അവൾക്കൊരു പുതിയ ജോലി കിട്ടി. She got a new job. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. I suffered much. അവൾ മനോജുമായി പ്രണയത്തിലായി. She fell in love with Manoj. ഡോഗ് പത്രം കീറി. The dog tore the newspaper. വിദ്യാർത്ഥികൾ പോലീസിനെ കല്ലെറിഞ്ഞു. The students threw stones at the police. അവൻ ഭാര്യയ്ക്ക് താക്കോൽ എറിഞ്ഞു കൊടുത്തു. He threw the keys to his wife. ഇവിടെ നാം ത്രോ അറ്റ് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കാൻ വേണ്ടി എറിയുക എന്നർത്ഥം. ത്രോ അറ്റ്. അതേസമയം ത്രോ ടു എന്ന് പറഞ്ഞാൽ പിടിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുക എന്നർത്ഥം. ത്രോ ടു. മനസ്സിലായല്ലോ? ഇനി എൻ്റെ അധ്യാപകൻ എന്നെ ഉപദേശിച്ചു. My teacher advised me. ഞാൻ നടന്നു. I walked. അവൻ ഒരു ആപ്പിൾ കഴിച്ചു. He ate an apple. സൂര്യൻ നേരത്തെ ഉദിച്ചു. The sun rose early. പൂച്ച രാത്രി മുഴുവൻ ഉറങ്ങി. The cat slept all night. അവൾ ഒരു കത്തെഴുതി. She wrote a letter. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. I ate lunch at noon. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു. I studied for the test. ഞാനൊരു മഴവില്ല് കണ്ടു. I saw a rainbow. അവൾ ഗിറ്റാർ വായിച്ചു. She played the guitar. അവൻ പുഞ്ചിരിച്ചു.
He smiled. He smiled. ഞാൻ വ്യക്തമായി കണ്ടു. I saw clearly. I saw clearly. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. I studied hard. I studied hard. അവൾ വൃത്തിയായി എഴുതി. She wrote neatly. She wrote neatly. ഞാൻ വേഗം തീർത്തു. I finished fast. I finished fast. അവൻ പുസ്തകങ്ങൾ വായിച്ചു. He read books. He read books. അവർ ഗെയിംസ് കളിച്ചു. They played games. They played games. നമുക്ക് ഈ സെന്റൻസുകൾ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവർ എന്നോട് അങ്ങനെ പറഞ്ഞു. They told me so. They told me so. ഞങ്ങൾ നിന്റെ സുഹൃത്തിനെ കണ്ടു. We met your friend. We met your friend. അവൾ അല്പം ആഹാരം കഴിച്ചു. She ate some food. She ate some food. അവൾ പാല് കുടിച്ചു. She drank milk. She drank milk. നീ ക്ലർക്കിനെ നിയമിച്ചു. You appointed the clerk. You appointed the clerk. നീ ഒരുപാട് സമയം പാഴാക്കി. You wasted a lot of time. You wasted a lot of time. അത് വേഗത്തിൽ ഓടി. It ran fast. It ran fast. ഞാൻ സത്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ സത്യം അറിഞ്ഞു. I knew the truth. I knew the truth. ഞാൻ എൻ്റെ അയൽക്കാരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. അതെങ്ങനെ പറയാം? I borrowed some money from my neighbor. I borrowed some money from my neighbor. അവൾ ഒരു നോവൽ എഴുതി. She wrote a novel. She wrote a novel. അവന് കുട നഷ്ടപ്പെട്ടു. He lost the umbrella. He lost the umbrella. അവൾക്കൊരു പുതിയ ജോലി കിട്ടി. She got a new job. She got a new job. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. I suffered much. I suffered much. അവൾ മനോജുമായി പ്രണയത്തിലായി. She fell in love with Manoj. She fell in love with Manoj. ഡോഗ് പത്രം കീറി. The dog tore the newspaper. The dog tore the newspaper. വിദ്യാർത്ഥികൾ പോലീസിനെ കല്ലെറിഞ്ഞു. The students threw stones at the police. The students threw stones at the police. അവൻ ഭാര്യയ്ക്ക് താക്കോൽ എറിഞ്ഞു കൊടുത്തു. He threw the keys to his wife. He threw the keys to his wife. എൻ്റെ അധ്യാപകൻ എന്നെ ഉപദേശിച്ചു. My teacher advised me. My teacher advised me. ഞാൻ നടന്നു. I walked. I walked. അവൻ ഒരു ആപ്പിൾ കഴിച്ചു. He ate an apple. He ate an apple. സൂര്യൻ നേരത്തെ ഉദിച്ചു. The sun rose early. The sun rose early. പൂച്ച രാത്രി മുഴുവൻ ഉറങ്ങി. The cat slept all night. The cat slept all night. അവൾ ഒരു കത്തെഴുതി. She wrote a letter. She wrote a letter. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. I ate lunch at noon. I ate lunch at noon. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു. I studied for the test. I studied for the test. ഞാനൊരു മഴവില്ല് കണ്ടു. I saw a rainbow. I saw a rainbow. അവൾ ഗിറ്റാർ വായിച്ചു. She played the guitar. She played the guitar. അവൻ പുഞ്ചിരിച്ചു. He smiled. He smiled. ഞാൻ വ്യക്തമായി കണ്ടു. I saw clearly. I saw clearly. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. I studied hard. I studied hard. അവൾ വൃത്തിയായി എഴുതി. She wrote neatly. She wrote neatly. ഞാൻ വേഗം തീർത്തു. I finished fast. I finished fast. അവൻ പുസ്തകങ്ങൾ വായിച്ചു. He read books. He read books. അവർ ഗെയിംസ് കളിച്ചു. They played games. They played games.